നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, ഇപ്പം നല്ല മഴയും കാറ്റും, ശക്തമായ മഴയും കാറ്റും ഉള്ള സമയമാണ്. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ അടുത്ത് വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെയുള്ള മരങ്ങൾ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും അതവിടെ വീഴത്തില്ല, അവിടെ നിൽക്കും എന്ന് വിചാരിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളിത് കാണുക. ഇത്രയും വലിയൊരു മരം ഒടിഞ്ഞു വീണപ്പോൾ അതിൻ്റെ ആ മരത്തിൻ്റെ ശക്തി നമ്മളൊന്ന് മനസ്സിലാക്കുക, ഒന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ നോക്കുക. എന്ത് വലിയ മരമാണിപ്പോൾ ഇത് ഒടിഞ്ഞു വീണിരിക്കുന്നതെന്ന്. ഇത് മൂടോടെ പിഴുതു വീണിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങളോട് പറയുക, ഇങ്ങനെയുള്ള മരങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിക്കുകയോ ഇല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കുകയോ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഭാവിയിൽ മറ്റ് അടുത്തുള്ള വീടുകളിലേക്കും നമ്മുടെ ഏതാണ്ട് ഇവിടെ ഒരു എഴുത്തിലൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വീണായിരുന്നെങ്കിൽ ആ പശുവിൻ്റെ ദേഹത്തൊക്കെ വീണേനെ. അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാവരും ഇത് കാണുക. കണ്ടിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളത് മുറിച്ച് മാറ്റണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമുക്കൊരു ദുരന്തം വന്നാൽ അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് നടന്ന ഒരു സംഭവമാണ്. ഇത്രയും വലിയൊരു ആഞ്ഞിലി അങ്ങനെ വീഴണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം ശക്തിയും ഉണ്ടായതുകൊണ്ടാണ് വീണതെന്ന്. എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് മുറിച്ച് മാറ്റണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ.